ജീവിതം സന്തോഷമുള്ളതും മനോഹരവുമായിരിക്കണം എന്നതാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്നൊക്കെ തീർത്തും വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളും ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടാൻ പലരും നമ്മോട് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതിൽ നമ്മൾ പരാജിതരാവുകയാണ് പതിവ്. എന്നാൽ അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്നത് മുന്നേ പറഞ്ഞതുപോലെ സന്തോഷമുള്ളതും മനോഹരവുമായിരിക്കും. ഇതുതന്നെയാണ് ഗൊയ്ഡോ എന്ന സാധാരണക്കാരനിലൂടെ, ഭർത്താവിലൂടെ, അച്ഛനിലൂടെ ഒക്കെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമ നമ്മോട് പറയുന്നത്. ഇറ്റലിയിലെത്തിയ ഗൊയ്ഡോ ഡോറ എന്ന അവിടുത്തെ സ്കൂളിലെ അധ്യാപികയും ധനികയുമായ യുവതിയുമായി പ്രണയത്തിലാകുന്നു. ഗൊയ്ഡോടൊപ്പമുള്ള ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഡോറ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഗൊയ്ഡോയ്ക്കൊപ്പം ഇറങ്ങിപ്പോകുന്നു. സ്വന്തമായി ഒരു ബുക്ക് സ്റ്റാൾ തുടങ്ങിയ സന്തോഷപൂർണ്ണമായി നീങ്ങുന്ന അവരുടെ ജീവിതത്തിലേക്ക് മിടുക്കനായ മകനും കടന്നു വരുന്നു. അപ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധ കാലമായതിനാൽ കുടിയേറി വന്ന ജൂതരെ നാസി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ ഗുയിഡോയും മകനും ഉൾപ്പെടുന്നു. കഷ്ടതകൾ നിറഞ്ഞ ജീവിതം പുഞ്ചിരിയോടെ തള്ളി നീക്കുന്ന ഗുയിഡോ എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. കഷ്ടതകൾക്ക് നടുവിലും ഡോറയെ പ്രണയിക്കുന്ന സ്നേഹനിധിയായ ഭർത്താവ്, താൻ അനുഭവിക്കുന്ന വേദനകൾ മകനെ അറിയിക്കാതെ, അവനെ അതിലേക്ക് വലിച്ചിഴയ്ക്കാതെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അച്ഛനൊക്കെയായി ഗുയിഡോ മനസ്സിൽ കയറിപ്പറ്റുമ്പോൾ സംവിധായകൻ കൂടിയായ റോബർട്ടോ ബെനിഗ്നി ആ കഥാപാത്രത്തെ ഗംഭീരമാക്കി. ഒരു ചെറു വിങ്ങൽ അവശേഷിപ്പിച്ച് ചിത്രം അവസാനിക്കുമ്പോൾ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് പറയുന്നതോടൊപ്പം ശക്തമായ രാഷ്ട്രീയവും ചിത്രം പുറത്തേക്ക് വയ്ക്കുന്നുണ്ട്. നിരൂപകർക്കിടയിലും സാധാരണ പ്രേക്ഷകർക്കിടയിലും ഒരുപോലെ മികച്ച അഭിപ്രായം നേടി. റോബർട്ടോ ബെനിഗ്നിക്ക് മികച്ച നടനുള്ളതും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ളതും മികച്ച മ്യൂസിക്കിനുള്ളതുമായ ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ഈ ചിത്രവും നിരവധി വേറെയും പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക സിനിമാ പ്രേക്ഷകരും കണ്ടിട്ടുള്ളതും കാണാത്തവർ ഉറപ്പായും കാണേണ്ടതുമായ മികച്ച ഇറ്റാലിയൻ ചിത്രമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.